ഓൾറെഡി നമുക്ക് ന്യൂസുകൾ എല്ലാവർക്കും കഴിഞ്ഞതായിരിക്കും. US കോർട്ട് ട്രംപിനെതിരെ ഈ അടുത്തിടെ ഉണ്ടായിരുന്ന ഈ താരിഫിനെ കുറിച്ചുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും ഇത് ഈ ലീഗൽ ഫോർമാലിറ്റി തെറ്റാണെന്നും ഇതൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതന്നെ ഈ താരിഫിൻ്റെ ഈ ഇഷ്യൂസിൽ തന്നെ ഇതോടുകൂടി തീരുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചൊരു നെഗറ്റീവായിട്ട് മാറി എന്നുള്ളത് മാത്രമല്ല, എലോൺ മസ്ക് എക്സിറ്റ് ആവുകയാണ്. ഇവരുടെ സപ്പോർട്ടിങ് സൈഡിൽ നിന്ന് എലോൺ മസ്ക് ഔട്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വീണ്ടും പഴയതായ അമേരിക്കയുടെ സ്റ്റൈലിലേക്ക് അമേരിക്ക പോവുകയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ ഡൗ ജോൺസ് ഏകദേശം 500 പോയിൻറ്റ് അപ്പായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമുക്ക് ന്യൂസുകളൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും പോസിറ്റീവ് ആവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേരിൽ തന്നെ എനിക്ക് തോന്നുന്നു യൂറോപ്പ് കൺട്രീസിലെ ഇൻഡെക്സ് വളരെയധികം കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ചും ഇത് കുറച്ച് പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 79 പോയിൻറ്റ് അപ് ട്രെൻഡാണ്. ഗുഡ് ന്യൂസിനെ ബേസ് ചെയ്ത് ഗുഡ് ന്യൂസാണ്. എങ്കിലും ഇന്ന് തേഴ്സ്ഡേ കട്ടിംഗ് ഡേറ്റ് ആയതുകൊണ്ട് മാർക്കറ്റിലെ മൂവ്മെൻറ്റ് അത്ര പ്രധാനമായിട്ട് 79 പോയിൻറ്റ് പോരാന്നുള്ള നിലപാടുണ്ട്. എങ്കിൽ തന്നെ 79 പോയിൻറ്റ് അപ് ട്രെൻഡാണ് ഇപ്പോൾ നമുക്ക് ഒരു 8:30 സമയത്ത് മാർക്കറ്റിൽ കാണുന്നത്. 5 ഡേയ്സ് നമ്മൾ മൂവിങ് ആവറേജ് എടുത്താൽ തന്നെയും 5 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഒരു റേഞ്ച് ഇപ്പോഴും പെൻഡിങ് ആണ്. ഈ റേഞ്ച് കട്ട് ചെയ്യാനുള്ള പ്രയാസം മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ ഈ ഒരു റേഞ്ച് കട്ട് ചെയ്യാനുള്ള ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനായിരിക്കും സാധ്യത കൂടുതൽ. ക്രൂഡ് ഓയിൽ ഏകദേശം പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. 1% അപ്പാണ്. ഈ ന്യൂസുകളൊക്കെ ക്രൂഡ് ഓയിൽ അപ്പ് ട്രെൻഡ് ആക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇത് സ്റ്റീൽ സെക്ടറിനും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് അപ്പിലേക്ക് പോകാനുള്ള മൂവ്മെൻറ്റ് സ്റ്റീൽ സെക്ടറിന് കൂടുതലായിരിക്കും. റിസൾട്ടുകളിൽ വാച്ച് ചെയ്യാവുന്ന കൗണ്ടർ സെയിൽ വാച്ച് ചെയ്യാവുന്ന ഒരു റിസൾട്ടായിരുന്നു കാണിച്ചിരിക്കുന്നത്. ട്രേഡിംഗ് എന്നുള്ള ഒരു പൈസയിൽ നോക്കാവുന്നതാണ്. ട്രേഡിംഗ് എന്നുള്ള നിലയ്ക്ക് IIP ഇന്ത്യയുടെ വന്നു. മോശമായിരുന്നു IIP വന്നിരിക്കുന്നത്. എങ്കിൽ തന്നെ മോശമാകുന്നുള്ളത് മുന്നേ കൂട്ടി ഒരു പ്രഡിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആണെങ്കിലും മാർക്കറ്റ് ഇത് മുന്നേ കൂട്ടി അറിയാവുന്നു എന്നുള്ള നിലയ്ക്ക് എടുക്കാം. എങ്കിൽ തന്നെ ഇതൊക്കെ മാർക്കറ്റിനെ ഒരു വലിയൊരു ഡിപ്പിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നുള്ള സത്യമാണെങ്കിലും നമ്മളെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കുറയുക എന്ന് പറയുന്നത് തന്നെ നമുക്കത് ലോങ് ടൈമിൽ നെഗറ്റീവാണ്. ലോങ് ടൈമിൽ നമുക്കറിയാമല്ലോ പെർഫോമൻസ് കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. അത് സെലക്റ്റീവ് കൗണ്ടറിലാണ്. പ്രത്യേകം നമുക്ക് പിന്നീട് നോക്കാം. വാച്ച് ചെയ്യാവുന്നൊരു കൗണ്ടറായിരിക്കും PVR ഇനോക്സ്. ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട തിയേറ്റേഴ്സുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എനിക്ക് തോന്നി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ടൈം നമുക്കൊരു ഡിസംബർ വരെയുള്ള ടൈമുകളിൽ അട്രാക്ഷൻ വരുന്നൊരു സെക്ടറാണ്. അപ്പോൾ ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബൈ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ ഇത് ഓൾമോസ്റ്റ് ബൈ എടുത്തിട്ടുണ്ട്. ന്യൂസ് ബേസിൽ പറയുന്നത് റിലയൻസ് പവർ അനിലിൻ്റെയാണ്. എങ്കിൽ തന്നെയും ഇതിൽ കണ്ടമാനം ബിസിനസ് ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് അഡാനിയുടെ വർക്ക് കിട്ടുന്നു. ഇപ്പോൾ അതുപോലെ പുതിയ പ്രൊജക്റ്റുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കാവുന്ന കൗണ്ടറായിട്ട് മാറുന്നുണ്ട് റിലയൻസ് പവർ. മെയിനായിട്ട് സോളാർ ടെക്നോളജികളാണ്. സോളാർ പാനൽ ഇതൊക്കെയാണ് ഇവർ പ്രൊഡക്റ്റ് ഇവരുടെ. എങ്കിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വാരിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടുള്ളത് അമേരിക്കയിലേക്കാണ്. അതിൽ കുറച്ച് ഇഷ്യൂസുകളുണ്ടായിരുന്നു. എക്സ്പോർട്ടിൽ ചാർജസ് കൂടി വരുന്നുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ട്രംപ് അതിനുശേഷം. പക്ഷേ ഇന്നലെ കിട്ടിയ ഈ ന്യൂസ് പ്രത്യേകിച്ച് നമുക്ക് വന്ന ഇന്നലെ കിട്ടിയ ന്യൂസ് അനുസരിച്ചിട്ട് ഈ താരിഫിലുണ്ടാകുന്ന ഈ ബ്ലോക്കിങ് വാരിയെ സംബന്ധിച്ച് ഒരു വലിയ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വാരി ശ്രദ്ധിക്കാവുന്ന കൗണ്ടറായി മാറാൻ സാധ്യതയുണ്ട്. HDFC ബാങ്ക് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. ഒന്ന് ഇന്ത്യൻ ADRൽ ഇത്ര മൂവ്മെൻ്റ് ഒന്നും വന്നില്ല കേട്ടോ. ഇപ്പോൾ ഇന്നലത്തെ ഗുഡ് ന്യൂസ് ഉണ്ടായപ്പോഴും ഇന്ത്യൻ ADR മൂവ്മെൻറ്റ്സ് ഉണ്ടായില്ല, വിപ്രോ ADR മൂവ്മെൻറ്റ്സ് ഉണ്ടായില്ല. എന്നാൽ ബാങ്കിൽ ചെറിയൊരു പ്ലസ് നെഗറ്റീവ് ഇല്ലാന്ന് മാത്രം പറയാം. HDFC ADR അധികം കയറിയിട്ടില്ല. ഒരു ഗുഡ് ന്യൂസിൻ്റെ പുറത്തൊന്നും ഇത് കയറാനുള്ള സൗകര്യങ്ങളില്ല. ക്ലോസിങ്ങിൽ HDFCക്ക് ഒരു പോസിറ്റീവ് ട്രെൻഡ് ഫീൽ ചെയ്തിരുന്നു. അത് ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് റിക്കവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോളർ ഇൻഡെക്സ് ആണ് ചിലപ്പോൾ കൂടുതൽ റിക്കവറി വരാൻ സാധ്യത.
അത് ഇന്ത്യൻ റുപ്പി മോശമാക്കുന്നതിന് കാരണമാവും. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി കുറച്ച് സൂക്ഷിക്കണം, ബാങ്ക് നിഫ്റ്റി കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൽ റിക്കവറി കൂടുതൽ 2 ദിവസം അടുപ്പിച്ച് വരികയാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഒന്ന് സൂക്ഷിക്കുക. നമുക്ക് നിഫ്റ്റിയിൽ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ ചെയ്യാം. പക്ഷേ നിഫ്റ്റിയിൽ IT സെക്ടറും സപ്പോർട്ട് ചെയ്യുന്നില്ല. താരിഫിൻ്റെ ഇഷ്യൂസുകൾ ഈ രീതിയിൽ ബ്ലോക്ക് ആവുന്നതോടുകൂടി തന്നെ നിഫ്റ്റി ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. 24,845 മുകളിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു ഫ്യൂച്ചറിൽ കേട്ടോ. താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.